ഹലോ, ശ്രീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ അടിപൊളിയൊരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഈ ഒരു ഉപ്പുമാവ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ചീനിച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂണോളം നെയ്യ് മതി. നെയ്യോടൊപ്പം തന്നെ ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി മൂത്ത് പൊട്ടി വരണം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും 2-3 വറ്റൽമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഈ എണ്ണയിൽ കിടന്ന് നന്നായി മൂത്തോട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പുമാവിന് നമ്മൾ ഈ ചെറിയുള്ളി ഇടുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഇടാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സവാളയ്ക്ക് പകരമായിട്ട് ചെറിയുള്ളി ഇട്ട് കൊടുത്ത് നോക്കണം. ചെറിയുള്ളി ഇട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു കതിർപ്പ് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും ചെറിയുള്ളിയും കൂടെ ഒന്ന് മൂത്ത് വന്നാൽ നമുക്കിതിലേക്ക് ഒരു 2 ക്യാരറ്റ് അരിഞ്ഞത് ഒന്ന് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ദേ ഇതുപോലെ സ്ക്വയറായിട്ടാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനിയിപ്പം ഗ്രേറ്റ് ചെയ്താണെങ്കിൽ അങ്ങനെ ആയാലും ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് അധികം ആ എണ്ണയിൽ കിടന്ന് അങ്ങ് ഫ്രൈ ആയി വരണ്ട. ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉപ്പുമാവിലേക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1 ഗ്ലാസ് പൊടിയാണ് ഞാനിതിലേക്ക് ഇടുന്നത്. അപ്പോൾ അതിനായിട്ട് 1.5 ഗ്ലാസ് വെള്ളം കറക്റ്റ് അളവായിരിക്കും. അപ്പോൾ 1.5 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ആ വെള്ളമൊക്കെ നന്നായി ഒന്ന് വെട്ടി തിളച്ച് വരണം. ദേ ഇതുപോലെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള റവപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം പറഞ്ഞല്ലോ 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. 1.5 ഗ്ലാസ് വെള്ളത്തിന് ആ വെള്ളം എടുത്ത അതേ ഗ്ലാസ്സിന് തന്നെയാണ് ഇതിലേക്ക് റവപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അതേ ഗ്ലാസ്സിന് തന്നെ 1 ഗ്ലാസ് റവപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. റവ ചേർക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഗ്യാസ് സ്റ്റവ് അങ്ങ് സിമ്മിലേക്ക് വെച്ച് കുറേശ്ശെയായിട്ട് റവപ്പൊടി ഇട്ട് കൊടുക്കണം. ഇതുപോലെ ആ ഒരു സ്പൂണിൻ്റെ പുറം ഭാഗം വെച്ചാണ് കേട്ടോ ഞാൻ ഇളക്കി കൊടുക്കുന്നത്. അപ്പോഴാണെങ്കിൽ നമ്മുടെ റവ ഒന്ന് നന്നായി മിക്സ് ആയി വരത്തുള്ളൂ. അപ്പോൾ റവപ്പൊടി കുറേശ്ശെയായിട്ട് ഇട്ട് ആ സ്പൂണിൻ്റെ ചെവിട് ഭാഗം വെച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ കട്ടയൊന്നും ഇല്ലാതെ നന്നായി അങ്ങ് മിക്സായി വരും. ആ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ കറക്റ്റ് അളവായിരിക്കും. ഇനി നമ്മുടെ ഈ ഉപ്പുമാവ് ഒന്ന് സ്പെഷ്യലാക്കി എടുക്കാൻ വേണ്ടി നമ്മളിതിലേക്ക് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ റവയൊക്കെ ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. അത്യാവശ്യം കട്ടകളൊക്കെ ഉടച്ച് നന്നായി ഒന്ന് ഉടച്ച് കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ ആ ഒരു ഉപ്പുമാവിനൊരു പ്രത്യേക ടേസ്റ്റൊക്കെ കിട്ടത്തുള്ളൂ. അധികം അങ്ങ് ഒട്ടിക്കിടന്നാൽ ഉപ്പുമാവ് ഒരു വല്ലാത്ത ടേസ്റ്റ് ആയിരിക്കും. കുട്ടികൾക്കൊന്നും അങ്ങനെ കുഴഞ്ഞിരിക്കുന്ന ഒരു പരുവത്തിൽ ഇഷ്ടപ്പെടില്ല. ഇതുപോലായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു നേന്ത്രപ്പഴം ഇങ്ങനെ അരിഞ്ഞെടുത്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ പഴം ഇതിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം ഒന്ന് പൊതിഞ്ഞ് വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോഴൊക്കെ ചെറിയ തീയിലായിരിക്കും ഇട്ടിരിക്കുന്നത്. ചെറിയ തീയിൽ ഒരു 2-3 മിനിറ്റും കൂടി ഇങ്ങനെ വെച്ച് കൊടുത്താൽ ആ പഴമൊക്കെ ഒന്ന് വെന്ത് വരും. ഇനി അതിനുശേഷം പഴവും ഉപ്പുമാവും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ അപ്പോഴും നമ്മൾ ഈ കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് കൊടുത്ത് പഴവും ഉപ്പുമാവും കൂടെ നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ആകുമ്പോൾ ആ നേന്ത്രപ്പഴത്തിൻ്റെ ആ മധുരമൊക്കെ ആയിട്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും നമ്മുടെ ഈ ഒരു ഉപ്പുമാവ്. അപ്പോൾ നിങ്ങളെല്ലാം ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.